എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സുധീഷിനെ വിളിച്ച് പറയുന്നുണ്ട് നികേഷ് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു സർപ്രൈസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ എന്താണ് എന്ന് അറിയണ്ടേ എന്ന് ചോദിക്കുമ്പോൾ സർപ്രൈസ് അല്ലേ അതെനിക്ക് അറിയണ്ട എന്ന് പറയും. എന്നിട്ട് ചോദിക്കുവാണ് ഏട്ടത്തി അടുത്തുണ്ടോ എന്ന്. ആകെ സങ്കടം വന്നിരിക്കുകയാണ് സുധീഷിന്. അതുകൊണ്ട് സുധീഷ് ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണെന്ന് പറയുമ്പോൾ ഓ എങ്കിൽ ഞാൻ വെച്ചേക്കാം എന്ന് പറഞ്ഞ് നികേഷ് ഫോം വയ്ക്കുന്നു. അന്നേരം സുധീഷിന് ഭയങ്കര വിഷമമാണ്. അങ്ങോട്ട് തിരിച്ച് ചെല്ലുമ്പോൾ നിധി ഇല്ലാതെ എങ്ങനെ ചെല്ലും എന്നോർത്ത് അതിൻ്റെ ടെൻഷനൊക്കെ ഉണ്ട്. നിധി ഈ സമയം സാന്ദ്രയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ സാന്ദ്രയുടെ അമ്മയ്ക്കൊന്നും വലിയ താല്പര്യമല്ല ഇല്ല അവിടെ നിധി നിൽക്കുന്നതിൽ. കാരണം ഇനി അതിൻ്റെ പേരിൽ അവരുടെ സ്വന്തം മകൾക്ക് എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാലോ എന്നോർത്ത് അത് നേരിട്ട് ഇവർ പറയുന്നുമുണ്ട്. ഇനി മോൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ പേരിൽ എൻ്റെ മകൾ സാന്ദ്രയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ തന്നെ അരുൺ അങ്ങോട്ട് വരുന്നുണ്ട്. അരുൺ ഭയങ്കര ദേഷ്യത്തിലാണ്. അരുൺ അവരോട് ചോദിക്കുന്നുണ്ട്, അമ്മയോടും അച്ഛനോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇവളെ ഇവിടെ കയറ്റി താമസിപ്പിച്ചത്? ഇതിൻ്റെ ആവശ്യമില്ല, ഞങ്ങളെ ആരെയും വേണ്ട എന്ന് പറഞ്ഞ് അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ. ആ സ്ഥിതിക്ക് ഇവിടെ വന്ന് താമസിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് നീ ഇവിടുന്ന് ഇറങ്ങി പോകണം എന്ന് പറയുവാണ്. അന്നേരം നിധി പറയുന്നുണ്ട് സ്വന്തം ഭാര്യയുടെ വീട്ടിൽ താമസിക്കരുത് എന്ന് പറയാനുള്ള അവകാശം ഏട്ടനുണ്ട്, പക്ഷേ അച്ഛനെ കാണരുത് എന്ന് പറയാനുള്ള അവകാശം ഏട്ടനില്ല. കാരണം ഞാനും നിങ്ങളും ഒരേ അച്ഛൻ്റെ മക്കളാണ്, അതുകൊണ്ട് ഞാൻ അച്ഛനെ കാണും എന്നൊക്കെ പറയുമ്പോൾ നീ അച്ഛനെ കാണുകയില്ല, കാണാൻ ഞാൻ സമ്മതിക്കത്തില്ല, അല്ലെങ്കിലും നീ വന്നു എന്നറിഞ്ഞപ്പോഴേ അങ്ങോട്ട് കയറ്റിയേക്കരുതെന്ന് അച്ഛൻ പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിധി പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന്. എന്നാൽ എനിക്കതൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് അവിടുന്ന് പിടിച്ചിറക്കാൻ തുടങ്ങുവാണ്. അന്നേരം സാന്ദ്രയുടെ അച്ഛനും പറയുന്നുണ്ട് ഇതേ കാര്യം തന്നെ രാജീവൻ എന്നോടും പറഞ്ഞായിരുന്നു, ഈ സമയത്ത് അങ്ങോട്ട് കാണാൻ പോകാതിരിക്കുന്നത് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാവുന്നു. അന്നേരം അമ്മയോട് നിധി സാന്ദ്രയുടെ അമ്മയോട് ചോദിക്കുന്നുണ്ട് ഇവളെ എന്തെങ്കിലും ബാഗ് കൊണ്ടാണോ വന്നതെന്ന്. അതേന്ന് പറയുമ്പോൾ ആ ബാഗും എടുത്തുകൊണ്ട് വന്നിട്ട് നിധിയുടെ കയ്യെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ട് തള്ളുവാണ് അരുണ. എന്നിട്ട് പൊയ്ക്കോണം എന്ന് പറഞ്ഞ് അരുൺ ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് അരുൺ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇങ്ങോട്ട് തിരിച്ചു വന്നത്? അന്ന് അച്ഛൻ അവിടെ നിന്ന് നിൻ്റെ കാല് പിടിച്ച് കെഞ്ചി പറഞ്ഞതല്ലേ നീ ഇവിടെ നിൽക്കരുത്, ഞങ്ങളുടെ കൂടെ തിരിച്ചു വന്നോന്ന്, എന്നിട്ട് നീ വന്നായിരുന്നു എന്ന് ചോദിക്കും. അന്നേരം നിധി പറയുന്നുണ്ട് അന്നേരം എന്താ പറഞ്ഞത്, എന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു? ആ സൂര്യക്ക് കെട്ടിച്ചു കൊടുക്കാനല്ലായിരുന്നു? അതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വരാണ്ടിരുന്നത്. ആ സൂര്യക്ക് എന്നെ കെട്ടിച്ചു കൊടുക്കില്ല എന്നൊരൊറ്റ വാക്ക് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കും. അധികം അരുണ് ദേഷ്യം വരുന്നുണ്ട്, ഇനി നീ കൂടുതൽ സംസാരിക്കേണ്ട, നീ എന്തുകൊണ്ടാണ് തിരിച്ചു വരാതിരുന്നത് എന്ന് എനിക്കും അച്ഛനും ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായതാണ് എന്നൊക്കെ പറയുമ്പം നിധി പറയുന്നുണ്ട് നിങ്ങൾക്കൊന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാൻ നിങ്ങൾ ഇതുവരെ നിന്ന് തന്നിട്ടുമില്ല, എന്നിട്ട് മനസ്സിൽ തോന്നുന്നു വിളിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ അച്ഛനെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് തന്നെ പറയുന്നു. ആഹാ എന്നാൽ നീ കാണുകൂടി എന്ന് ചോദിച്ച് പിടിച്ച് കഴുത്തിന് പിടിച്ച് തള്ളി പുറത്തേക്ക് വിടുവാണ്. അന്നേരം വീഴാൻ തുടങ്ങുന്ന നിധിയെ വന്ന് പിടിക്കുന്നത് സുധീഷ. അന്നേരം ദേഷ്യപ്പെട്ട് അരുൺ ചോദിക്കുന്നുണ്ട് ഓ നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന്. എന്നിട്ട് അതും പറഞ്ഞ് സുധീഷിനെ തല്ലാൻ ചെല്ലുന്നു. അന്നേരം നിധി ചോദിക്കുന്നുണ്ട് എല്ലാവരെയും പിടിച്ചിട്ട് തല്ലാൻ നിങ്ങൾ ആരും ഗുണ്ടയാണോ എന്ന്. അന്നേരം ഇവന് വേണ്ടിയാണോടി നീ എന്നോട് സംസാരിക്കുന്നത്, നാണം കെട്ടവളെ എന്ന് ചോദിച്ച് നിധിയെ തല്ലാൻ ചെല്ലുന്നു. അന്നേരം സുധീഷ് കയറി തടയും. അന്നേരം നീ എന്തിനാണ് ഇടയ്ക്ക് കയറുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ നിധി ആരും ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയും. അങ്ങനെ അവരങ്ങോട്ട് അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അലമ്പുണ്ടാക്കുവാണ്. അന്നേരം സാന്ദ്രയുടെ അച്ഛനും അമ്മയ്ക്കും ഇത് ഇഷ്ടപ്പെടുന്നില്ല. അവർ പറയുന്നുണ്ട് അയൽക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, വെറുതെ നാണക്കേടാകും, ഈ വീടിൻ്റെ മുറ്റത്ത് കിടന്ന് ഇങ്ങനെ ബഹളം വയ്ക്കാൻ പാടില്ല, നടക്കുകയില്ല എന്ന് പറയും. അന്നേരവും നിധി പറയുന്നുണ്ട് ഞാൻ അച്ഛനെ കണ്ടിട്ടേ പോവുള്ളൂ, ഈ വീട്ടിൽ നിൽക്കരുതെന്നല്ലേ ഉള്ളൂ, അല്ലാതെ ഈ നാട്ടിൽ നിൽക്കരുതെന്നൊന്നും പറയാൻ നിങ്ങൾക്ക് സാധിക്കില്ലല്ലോ, ഈ നാട് മൊത്തം നിങ്ങളുടെയാണോ എന്നൊക്കെ ചോദിക്കുന്നു. അന്നേരം സാന്ദ്രയുടെ അച്ഛൻ പറയുന്നുണ്ട് ഈ സമയത്ത് രാജീവനെ കാണാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്, രാജീവൻ്റെ ജീവന് പോലും അത് ആപത്താകും, അതുകൊണ്ട് ആ രീതിയിലുള്ള ടെൻഷനൊന്നും കൊടുക്കണ്ട, സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതല്ലേ, ഇനി ആ രീതിയിൽ അങ്ങ് ജീവിച്ചാൽ മതിയെന്ന് സാന്ദ്രയുടെ അച്ഛൻ പോലും പറയുന്നുണ്ട് കേട്ടോ. അതാ നല്ലത് മോളേന്ന് സാന്ദ്രയുടെ അമ്മയും പറയും. അന്നേരവും നിധി പറയുന്നില്ല ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ട് എനിക്ക് അച്ഛനോട് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്, പറഞ്ഞിട്ടേ പോവുള്ളൂ എന്ന് പറയുന്നത്. ആഹാ അങ്ങനെയാണോ, എങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അരുൺ നേരെ അരുണിൻ്റെ അമ്മയെ വിളിക്കുന്നു. എന്നിട്ട് അച്ഛന് ഫോൺ കൊടുക്കാൻ പറയുന്നു. ഫോൺ സ്പീക്കറിലിടും. എന്നിട്ട് അരുൺ പറയുവാണ് അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് അവൾ നിധി വന്നിട്ടുണ്ട്, എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല, വഴി കിടന്ന് ബഹളം വയ്ക്കുവാണ് എന്ന് പറയുമ്പം രാജീവൻ പറയുവാണ് എനിക്ക് അങ്ങനെ ഒരു മകളില്ല, അവൾ മരിച്ചുപോയി, ഇനി പിണ്ടം വയ്ക്കുക എന്നൊരു കർമ്മം കൂടിയുള്ളൂ, ഒരു ഉരുള ചോറ് ഉരുട്ടി വെച്ച ആ ബന്ധവും കൂടി ഞാൻ മുറിച്ച് കളയും, അതുകൊണ്ട് എനിക്കിനി ആരെയും കാണണ്ട എന്ന് പറയുന്നു. അങ്ങനെ അത്രയും പറഞ്ഞ് ഫോം വയ്ക്കുന്നു. ആകെ വിഷമാവുന്നുണ്ട് നിധിക്ക് ആകെ സങ്കടമാകുന്നു. അന്നേരം
അരുൺ ചോദിക്കുന്നുണ്ട്, "ഇനി നീ എന്തിനാടി ഇവിടെ നിൽക്കുന്നത്? മര്യാദയ്ക്ക് ഇറങ്ങിപ്പോക്കോണം. ദേ ഇവൻ്റെ കൂടെയല്ലേ നീ പോകാൻ തയ്യാറായി ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് അവൻ്റെ കൂടെ തന്നെ പൊയ്ക്കോ" എന്ന് തന്നെ പറയുവാണ്. അന്നേരം വീണ്ടും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുമ്പം സുധീഷ് ചോദിക്കുന്നുണ്ട്, "സ്വന്തം കൂടപ്പിറപ്പല്ലേ ഈ നിൽക്കുന്നത്? അവളെ മനസ്സിലാക്കാൻ നിനക്ക് കഴിയുന്നില്ല, പിന്നെ എന്തിനാണ് നീ കിടന്ന് ബഹളം വെക്കുന്നതെന്ന് ചോദിക്കുമ്പം പിന്നെ അലമ്പിന് ചെല്ലുന്നുണ്ട്. അന്തേക്കും സാന്ദ്രയുടെ അച്ഛനും അമ്മയും പിടിച്ചു മാറ്റും. എന്നിട്ട് അവർ പറയുന്നുണ്ട്, "ഇത് ഞങ്ങളുടെ വീടാണ്, ഈ വീടിൻ്റെ മുന്നിൽ കിടന്ന് ഇങ്ങനെ അലമ്പുണ്ടാക്കാൻ പറ്റില്ല, ഒന്ന് പോയി താ" എന്ന് പറയും. അന്നേരം സാന്ദ്രയുടെ അമ്മ പറയുവാണ്, "ഇനി നീ ഇവനെ വിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോയി തന്നെ. ഇവൻ എന്തെങ്കിലും അയാളെ ചെയ്തിട്ട് ഇവൻ ജയിലിൽ പോയി കിടന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മകളുടെ ജീവിതമാണ് നശിച്ചു പോകുന്നത്, അതുകൊണ്ടൊന്ന് പോയി തരാമോ എന്ന് ചോദിക്കുക." അന്തേക്കും സുധീഷ് നിധിയുടെ കൈയും പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നു. അവിടുന്ന് ഇറങ്ങി വണ്ടി വന്നിരിക്കുമ്പോഴും നിധിക്ക് ആകെ വിഷമമാണ്. നിധി ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ എന്നെപ്പുറയ്ക്ക് പറയുക. ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് കേൾക്കാൻ പോലും അവർ തയ്യാറാകുന്നില്ല. എന്നെ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്നെ വിളിച്ചത് കേട്ടില്ലേ തെണ്ടിപ്പെണ്ണെന്ന്. എൻ്റെ കൂടെ വളർന്ന എൻ്റെ കൂടപ്പിറപ്പല്ലേ അയാൾ, എന്നിട്ട് പോലും അയാൾക്ക് എന്നെ മനസ്സിലായില്ല എന്നൊക്കെ പറയുമ്പം സുധീഷ് പറയുന്നുണ്ട്, ഈ ഒരു സാഹചര്യത്തിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകില്ല, അവരുടെ ദേഷ്യമൊക്കെ ഒന്ന് ആറി വരാൻ സമയമെടുക്കും, അതുകൊണ്ട് താനൊന്ന് ക്ഷമിക്കുക എന്നൊക്കെ പറയുന്നു. അന്നേരം സുധീഷിനോട് ചോദിക്കുകയാണ്, "നിങ്ങളെന്താ പോകാതിരുന്നത്" എന്ന്. അന്നേരം സുധീഷ് പറയും, "ഇങ്ങനെ ഒരു സീൻ ഞാൻ മുൻകൂട്ടി കണ്ടിരുന്നു, അതുകൊണ്ടാണ് പോകാതിരുന്നത്" എന്ന് പറയും. അന്നേരം ഇന്നലെ മൊത്തം ഈ വണ്ടിയിലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയും. "എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ, ശരിക്കും നിങ്ങളൊരു പാവമാണ് എന്ന് എനിക്ക് മനസ്സിലായി" എന്ന് പറയുമ്പം, "ഓ അങ്ങനെയൊക്കെ തോന്നിയോ" എന്ന് ചോദിക്കും. എന്നിട്ട് 2 വട മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അതിൽ ഒരെണ്ണം എടുത്തിട്ട് കഴിക്കുക എന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറയും. ഞാൻ കഴിക്കടോ, ഏതായാലും താനൊന്നും കഴിച്ച് കാണിയല്ലോ, കഴിക്കുമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചൊരു വടയൊക്കെ തീറ്റിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നിധി ചോദിക്കുക, "ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? ഏതായാലും അച്ഛനെ കാണാൻ ചെല്ലണ്ടെന്ന് അച്ഛൻ പറഞ്ഞു, എന്നെ കാണണ്ടാത്തവരെ എനിക്കും കാണണ്ട, ഇനി എൻ്റെ ജീവിതം ഏത് രീതിയിൽ പോകുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല, ഇനി ഞാൻ എന്ത് ചെയ്യും" എന്നിങ്ങനെ ചോദിക്കുമ്പം സുധീഷ് പറയുന്നുണ്ട്, "ഇനിയിപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം ഏട്ടത്തി ഒന്ന് വിളിച്ചു നോക്കാം, അച്ഛന് കുഴപ്പമില്ല എന്നറിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സമാധാനമാവുമല്ലോ, അതുകൊണ്ട് ഏട്ടത്തി വിളിക്കാൻ പറയും." നിധി ഏട്ടത്തി സാന്ദ്രയെ വിളിക്കുവാണ്. അന്നേരം സാന്ദ്ര പറയും, "ഇനി അച്ഛന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, 2 ദിവസം കൂടെ കഴിയുമ്പോൾ ഡിസ്ചാർജ് ആകും, ഇപ്പോൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുവാണ്, നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം ഞാനാണ് എന്നൊക്കെ അവർ പറയുക" എന്നൊക്കെ പറയും. അന്നേരം നിധി സോറി പറയൂ കേട്ടോ. അന്നേരം സാന്ദ്ര പറയുന്നുണ്ട്, "അതൊന്നും സാരമില്ല, നീ ചെല്ല്, എന്നിട്ട് എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ വിളിക്കുക" എന്നൊക്കെ പറഞ്ഞിട്ട് സാന്ദ്ര ഫോം വയ്ക്കുന്നു. ഏതായാലും സാന്ദ്ര ഇത്തിരി സമാധാനത്തോടെ നിധിയോട് സംസാരിക്കുന്നത് നിധിക്കൊരാശ്വാസമാണ്. കാരണം ഇടയ്ക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ വീട്ടിലെ വിശേഷം എന്താണ് എന്നൊക്കെ അറിയാലോ. അപ്പോൾ അച്ഛനും അമ്മയും ഓക്കെയാണ്, ഇപ്പം വലിയ പ്രശ്നങ്ങളില്ല എന്നറിഞ്ഞതുകൊണ്ട് നിധിക്ക് ഇത്തിരി ആശ്വാസമാകും. ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു എന്ന് ചോദിക്കുമ്പം സുധീഷ് പറയുന്നുണ്ട്, "ഇവിടുന്ന് നമ്മൾ നേരെ തിരുവനന്തപുരത്ത് പോകുന്നു, ഒരു ജോലി കണ്ടുപിടിക്കുന്നു, അതിനുശേഷം പാർട്ട് ടൈം ആയിട്ട് താൻ തൻ്റെ പഠനം തുടരുന്നു, അതുപോലെ എന്ന് ചോദിക്കുക." എന്നിട്ട് അവരവിടുന്ന് പോരുവാണേ. ഈ സമയം ഇവിടെ അവർ വരുമ്പോഴേക്കും ഒരു റിസപ്ഷൻ നടത്താനുള്ള ഒരുക്കങ്ങൾ നടത്തുവാണ്, തുടങ്ങിയിട്ടുണ്ട്. നികേഷ് അതിനുവേണ്ടി ഹരീഷിനെ വിളിക്കാൻ വരുന്നു. അപ്പോൾ ഹരീഷിന് ചെറിയൊരു പണിയും കൂടെ വർക്ക്ഷോപ്പിലുണ്ട്. അന്നേരം, "ഒന്ന് വരുന്നുണ്ടോ, നിങ്ങളുടെ ചേട്ടൻ്റെ കല്യാണ റിസപ്ഷനല്ലേ, ഒന്ന് വാ" എന്നൊക്കെ പറഞ്ഞ് നികേഷ് ധൃതി വയ്ക്കുക. അന്നേരം ഹരീഷിൻ്റെ കടയിലേക്ക് എന്നും വരുന്ന ഹരീഷിൻ്റെ ഹരീഷിന് ഇഷ്ടമുള്ള പെൺകുട്ടി ഉണ്ടല്ലോ, അവിടുത്തെ ഒരു ഓട്ടോച്ചേട്ടൻ്റെ മകളാണ് നീതു. അപ്പോൾ നീതുവും വരുന്നുണ്ട്. അപ്പോൾ നീതുവിനോട് പറയുന്നുണ്ട്, "വൈകിട്ട് ഇങ്ങനെ ഒരു റിസപ്ഷൻ നടക്കുന്നുണ്ട്, നീ വരണം, നീ മാത്രം പോരാ, എൻ്റെ വീട്ടിലേക്ക് ഒരു പെണ്ണ് വരികയില്ല എന്ന് പറഞ്ഞ നിൻ്റെ പരട്ട ചേട്ടനും, അതുപോലെ നീ എന്നെ കാണാൻ വരുന്നതിൻ്റെ പേരിൽ എന്നെ ചീത്ത പറഞ്ഞ നിൻ്റെ തന്തയോടും ഒക്കെ അവിടെ വന്ന് വയറ് നിറച്ച് ബിരിയാണി തിന്നിട്ട് പോകാൻ പറയണം" എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവർ അടുത്ത റിസപ്ഷനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് പോരുന്നു. അതുപോലെ നികേഷും സുഭാഷൂടെ അടുത്തുള്ള വീടുകളിലൊക്കെ ഇങ്ങനെ റിസപ്ഷൻ ഉണ്ട് വന്നം എന്ന് പറഞ്ഞ് വിളിക്കാൻ ചെല്ലുമ്പോൾ എല്ലാവർക്കും അത്ഭുതമാണ്. ലാസ്റ്റ് വെല്ലിച്ചൻ്റെയും അമ്മായിയുടെ വീട്ടോട്ട് ചെല്ലുന്നു. അവർക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അവർ ചോദിക്കുന്നുണ്ട്, അപ്പം ഇങ്ങനെ ഒരു റിസപ്ഷൻ വിളിക്കാനാണോ വന്നത്, എന്നിട്ട് പെണ്ണില്ലല്ലോ, പെണ്ണ് രാവിലെ അവിടുന്ന് രക്ഷോട്ട് പോയെന്നൊക്കെ നാട്ടുകാർ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ കളിയാക്കുകയൊക്കെ ചെയ്യും. ഏതായാലും പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് അവരവിടുന്ന് പോരാൻ തുടങ്ങുമ്പം, "ഒന്ന് നിൽക്കട, ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ" എന്ന് പറഞ്ഞിട്ട് അമ്മായി ചോദിക്കുവാണ്, "സാധാരണ എല്ലാ ആഴ്ചയിലും കാപ്പി കുടിക്കാൻ പോയിക്കൊണ്ടിരുന്ന നീയാണ് പെണ്ണ് കാണൽ എന്ന് പറഞ്ഞ്, ഇനിയെങ്കിലും അതൊന്ന് നിർത്തുമോ" എന്ന് ചോദിക്കുമ്പോൾ ആകെ വിഷമത്തോടെ നോക്കി നിൽക്കുന്ന സുഭാഷിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.